ദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീമദ് ഭാഗവത മഹാപുരാണം അതിൻ്റെ മാഹാത്മ്യം 6-ാമത്തെ അധ്യായം 40-ാമത്തെ ശ്ലോകം ഇപ്പോൾ പറയണു. 12-ാമത്തെ ഭാഗം. ഇത് പാരായണ യജ്ഞവിധി, സപ്താഹമായിട്ട് എങ്ങനെയാണ് നടത്തേണ്ടത് എന്നുള്ളത്, ഭാഗവതത്തെ എങ്ങനെയാണ് ആശ്രയിക്കേണ്ടത് എന്നുള്ള വിധിയൊക്കെ പറയുകയാണ്. ശ്രീ ഗുരുവായൂരപ്പ. 40-ാമത്തെ ശ്ലോകം. ഓം മലമൂത്രജയാർത്ഥം ഹി ലഘ്വാഹാരസുഖാവഹ ഭവിഷ്യ അന്നേന കർത്തവ്യോ ഹ്യേകവാരം കഥാർത്ഥിനാം. മലമൂത്രാദി വിഷമങ്ങൾ ഉണ്ടാവാതിരിക്കാൻ കുറച്ച് മാത്രം ആഹാരം കഴിക്കുക, വേണ്ടത് മാത്രം കഴിക്കുക. ലഘുവായിട്ടുള്ള ആഹാരം, അതായത് ഹാർഡ് ഫുഡ് വേണ്ട, ലൈറ്റ് ഫുഡ് മതി. ദഹിക്കാൻ പ്രയാസമുള്ളത് വേണ്ട, കുറച്ചേ കഴിക്കാൻ പാടും. പിന്നെ നേദ്യം, ഹവിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹവിഷ്യ അന്നേന, അന്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേദ്യം, അല്ലെങ്കിൽ ചോറെന്താ ചാത്, അത് ഹവിസ്സാകുമ്പോൾ നേദ്യമായി. ഹവിസ് ഹോമിക്കാനും എടുക്കും, അതേപോലെ നേദിക്കാനും എടുക്കും. ഇപ്പം നേദിക്കാൻ എടുക്കുന്ന അത് 2 തരത്തിലാണ് നമുക്ക് കിട്ടുക. സമ്പാദമായിട്ടും കിട്ടും, അതേപോലെ നേദ്യം പ്രസാദമായിട്ടും കിട്ടും. സമ്പാദവും പ്രസാദവും. അപ്പോൾ സമ്പത്തായിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഈ പ്രസാദവും സമ്പാദവും. സാധാരണ നമ്മൾ നെയ്യൊക്കെ ഹോമിക്കുമ്പോൾ അതിൻ്റെ സമ്പാദം എടുത്തു വയ്ക്കുക, അതാണ് സമ്പാദമായിട്ട് പറയാറ്. എല്ലാ ഹോമദ്രവ്യങ്ങൾക്കും സമ്പാദം എടുത്തു വയ്ക്കാറുമില്ല, ആജ്യം മാത്രമേ എടുത്തു വയ്ക്കാറുള്ളൂ. മറ്റത് നേദിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കും. അപ്പോൾ പിന്നെ അതുണ്ടല്ലോ എന്നുള്ള നിലയ്ക്കാണ്. ഇനി അതെങ്ങനെയാണ് വേണ്ടത് ചോദിച്ചാൽ കൃത്യമായിട്ട് അറിയില്ല. അതായത് പറയുന്നുണ്ട്, ഹോമിക്കുന്നതിൻ്റെ 10-1 ചെയ്യുന്നയാൾ വീണ്ടും ചെയ്താലേ ഫലമുള്ളൂ എന്ന്. അതേപോലെ തന്നെ അങ്ങോട്ട് ഹോമിക്കുന്നതിൻ്റെ ആ സമയത്ത് ഒരു ലേശം എടുത്തു വെക്കണം, അതിൽ നിന്ന് തന്നെ അങ്ങോട്ട് കൊണ്ടുപോയതിന് ശേഷം ലേശം എടുത്തു വെക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹവിസോ മറ്റ് എള്ളായാലും ചമതയായാലും മറ്റേ ഹവിസായാലും ഈ ഹോമിക്കുന്നതിന് ഒന്നും എടുത്തു വയ്ക്കാറില്ല. എങ്കിലും സമ്പാദ്യം ഇതാണ്. അത് നെയ്യാകുമ്പോൾ കൃത്യമായിട്ട് എടുത്തു വയ്ക്കാൻ പറ്റും, അങ്ങനെയാണ്. ഏതായാലും ഈ ഹവിഷ്യ അന്നം കൊണ്ട് ഒരു നേരത്തെ ആഹാരം. കർത്തവ്യ ഹി ഏകവാരം കഥാർത്ഥിതം. കഥ അർത്ഥിക്കുന്ന ഒരാൾക്ക്, കഥ ആവശ്യപ്പെടുന്ന ഒരാൾക്ക്, കഥ കേൾക്കാനിരിക്കുന്നവരെ, കഥ പറയാനിരിക്കുന്നവന് ഒരുപോലെ തന്നെ, വ്യത്യാസമൊന്നുമില്ല. കുറച്ച് ആഹാരം കഴിക്കാവൂ, ഒരു നേരത്തെ ആഹാരം കഴിക്കാവൂ. ഉപവാസം വേണ്ടാന്ന് തന്നെയാണ്. കാരണം അത് ശരീരത്തിന് സ്വസ്ഥതയും സുഖവും കിട്ടിച്ചാൽ എങ്ങനെയാ ചാവാം. ശ്രീ ശുഖബ്രഹ്മർഷിയും ഒന്നും കഴിച്ചിട്ടില്ല, പരീക്ഷിത്തും ഒന്നും കഴിച്ചിട്ടില്ല. അവർക്ക് വിഷമം ഉണ്ടായിട്ടുമില്ല, ശരീരം ക്ഷീണിക്കുക ഇങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മളെ ശരീരം ക്ഷീണിക്കരുത്, മനസ്സും ശരീരവും അങ്ങനെ ജാഗരൂകമായിട്ട് വിജിലൻ്റ് ആയിട്ടിരിക്കണം. അങ്ങനെ ആയാലേ അതിനൊരു ഫലമുള്ളൂ. അതാണ് ഉദ്ദേശിച്ചത്, അത്രയേ ഉള്ളൂ. അത് നമുക്കറിയാം. മലമൂത്രജയാർത്ഥം ഹി ലഘ്വാഹാര സുഖാവഹ ഹവിഷ്യ അന്നേന കർത്തവ്യോ ഹ്യേകവാരം കഥാർത്ഥിനാം. ഉപോഷ്യ സപ്തരാത്രം വൈ ശക്തിശ്ചേ ശൃണുയാത് തദാ കൃതപാനം പയപ്പാനം കൃത്വാ വൈ ശൃണുയാർ സുഖം. ഇനി നല്ല കഴിവുണ്ട് ശരീരത്തിന് എങ്കിൽ ഉപവാസം ചെയ്യുന്നതുകൊണ്ട് വിരോധമില്ല. 7 ദിവസവും ഉപവസിക്കാം. ഒരു നേരം ആഹാരം കഴിച്ചുകൊണ്ട് എല്ലാ ദിവസവും ചെയ്യാം. ഒട്ടും കഴിക്കാതെ കണ്ട് 7 ദിവസവും പറ്റുമെങ്കിൽ ചെയ്യാമെന്ന്. അത് എളുപ്പമല്ല. എന്തായാലും നമ്മുടെ ലൗകിക ഇപ്പോൾ പറ്റില്ല എന്ന്, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ശക്തി ചെയ്ത്, അങ്ങനെ ശക്തി ഉണ്ട് എങ്കിൽ ശൃണുയാത്, അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ തഥാ അതിൻ്റെ ഫലം കൂടുതൽ തന്നെയാണ്. ഇനി അതേപോലെ തന്നെ മറ്റൊന്ന്, കൃതപാനം പയപ്പാനം. കൃതം എന്ന് പറഞ്ഞാൽ നെയ്യ്, പയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാല്. നെയ്യും പാലും മാത്രം കഴിച്ചിട്ടാണ് കൃത്വ ഈ ശ്രവണം കേൾക്കുന്നത് എങ്കിൽ വൈ ശൃണുയാത് സുഖം, അങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ആയാലും മതി. അപ്പോഴും ഈ മലമൂത്രാദികൾക്കൊന്നും പ്രശ്നം ഉണ്ടാവില്ല. അതൊക്കെ ശരീരം അതിനുള്ള തയ്യാറാവണം. ഒരു പ്രീ പ്ലാൻഡ് ട്രെയിനിങ് ഒക്കെ വേണം, എന്നാലേ അതൊക്കെ പറ്റുള്ളൂ. നമ്മൾ ചില യാത്രയ്ക്ക് പോകുമ്പോൾ ചില ട്രെയിനിങ്ങൊക്കെ പതിവുണ്ടല്ലോ, മറ്റേ കൺട്രോൾ. അത് 41 ദിവസത്തെ ദീക്ഷ എടുത്തിട്ടാണ് നമ്മൾ ശബരിമലയ്ക്കൊക്കെ പോകുള്ളൂ. അതതിൻ്റെ കാരണം ഇതാണ്. നല്ല കൺട്രോൾ വേണം എല്ലാ കാര്യത്തിനും.
അപ്പോൾ ഇവിടെയും അങ്ങനെ തന്നെ ഈ 7 ദിവസം കൺട്രോൾ ചെയ്യണം. അതപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ അതിൻ്റെ 2 ആഴ്ച മുന്നേ തുടങ്ങണം. അങ്ങനെയാണ്. ഉപോഷ്യ സപ്തരാത്രം, ഇങ്ങനെ ഉപവാസം ചെയ്തിട്ട് 7 രാത്രവും അങ്ങനെയാണ് വെച്ചാലും വിരോധമില്ല. ശക്തി ചെയ്ത്, ശക്തി ഉണ്ട് എങ്കിൽ, ചെയ്ത് എന്നുള്ളതിനർത്ഥം എങ്കിൽ എന്നാണ്. ശക്തി ഉണ്ട് എങ്കിൽ അങ്ങനെ തന്നെ മതി. മറ്റേ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ആവാം. ശൃണുയാത് തഥാ, അങ്ങനെ കേൾക്കാം. അങ്ങനെയാണ് കേൾക്കേണ്ടത്. കേട്ടാൽ ഫലം കൂടുതലാണ്. അങ്ങനെയൊക്കെ ഉപവാസം എടുത്തിട്ട് കേൾക്കച്ചാൽ ഫലം കൂടുതലാണ്. അതാണല്ലോ പ്രായോപവേശം ചെയ്യുന്ന സമയത്ത് ഒന്നും കഴിക്കാതെ കണ്ടാണ് പരീക്ഷത്ത് കേട്ടത്, ഫലം കിട്ടി, മുക്തി കിട്ടി. വെറും കേട്ടേ ഉള്ളൂ. ഇനി അതല്ല നെയ്യും പാലും കഴിച്ചിട്ട് ആണ് കേൾക്കണമെച്ചാലും അതാ സുഖിച്ചാൽ അതിനനുസരിച്ച് സുഖത്തെ അനുഭവിച്ചോളാം. ഉപോഷ്യ സപ്തരാത്രം വൈ ശക്തി ചേത് ശൃണുയാത് തഥാ കൃതപാനം പയപ്പാനം കൃത്വ വൈ ശൃണുയാത് സുഖം. ഇനി 42-ാമത്തെ ശ്ലോകം. ഫലാഹാരേണ വാ ശ്രാവ്യം ഏകഭുക്തേന വാ പുനഃ സുഖസാധ്യം ഭവേദ്യത്തു കർത്തവ്യം ശ്രവണായ തത്. ഇനി പഴം തൊട്ടുള്ള ആഹാരം സ്വീകരിക്കാം. പഴങ്ങൾ അത് എങ്ങനെയാണ് കഴിക്കേണ്ടത് വെച്ചാൽ അങ്ങനെ നേന്ത്രപ്പഴം പച്ചയാച്ചാൽ അത് അല്ല പുഴുങ്ങിയിട്ട് നേന്ത്രപ്പഴം പഴനുറുക്കായിട്ട് അങ്ങനെയാണ് കഴിക്കേണ്ടത് വെച്ചാൽ അങ്ങനെ വിരോധമില്ല, അങ്ങനെയാവാം. അപ്പോൾ നല്ല വേവിച്ച അതിൻ്റെ ഒരു പാകം വരണം. അങ്ങനെ ഫലാഹാരേണവ ശ്രാവ്യം അങ്ങനെയാണ് കേൾക്കുന്നത് വെച്ചാലും ഏകഭുക്തേനവ ഒരു നേരം ആഹാരം കഴിച്ചുകൊണ്ടാണ് എങ്കിലും വ പുനഃ വീണ്ടും സുഖസാധ്യം സുഖമായിട്ട് അത് സാധ്യമാവണം, ഈ ശ്രവണം സാധ്യമാവണം. ഭവേത് യതെത്തു അങ്ങനെയാണ് അത് ഭവിക്കുന്നത് എങ്കിൽ അങ്ങനെയാവട്ടെ. കർത്തവ്യം അത് കർത്തവ്യമായിട്ട് ചെയ്യുക. എന്ത്? ശ്രവണായ തത് ശ്രവണത്തിന് വേണ്ടിയിട്ട്, കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു നേരം മറ്റേ ആഹാരം കഴിച്ചിട്ട് വൈകുന്നേരം പഴം ഒക്കെ കഴിച്ച് അങ്ങനെയൊക്കെ ആവാം. പാല് പഴം ഇങ്ങനെയൊക്കെയുള്ള കഴിക്കാം. ഇതൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് സാത്വികമായിട്ടുള്ള ആഹാരം കഴിക്കുക. വല്ലാണ്ട് മസാല എരി പുളിയൊന്നും കഴിക്കരുത്. അതേപോലെ 3 നേരവും ആഹാരം കഴിക്കണ്ട. ഇനി അഥവാ കഴിക്കുകയാണെങ്കിൽ തന്നെ വളരെ കുറച്ച് മാത്രം കഴിക്കുക. 1 ദോശ 2 ദോശ അങ്ങനെയല്ലേ. അതേപോലെ ഊണ് 2 ചട്ടുകം 3 ചട്ടുകം. അതേപോലെ തന്നെ വൈകുന്നേരം ഒരു പഴം പുഴുങ്ങിയത്, അങ്ങനെയൊക്കെ കുറച്ച് കഴിക്കുക എന്ന് സാരം. അതാണ്. ഇനി അതല്ല വെച്ചാൽ 2 മൈസൂർ പഴം അല്ലെങ്കിൽ കുറച്ച് പാല് അങ്ങനെയൊക്കെ കഴിക്കുക. യുക്തം പോലെ ഇത്രയേ ഉള്ളൂ. ഫലാഹാരേണ വാ ശ്രാവ്യം ഏകഭുക്തേന വാ പുനഃ സുഖസാധ്യം ഭവേത് യത്തു കർത്തവ്യം ശ്രവണായ തത്. ഇപ്പം നമ്മൾ ഈ സദ്യയൊക്കെ ഉണ്ടാക്കുന്നത് സ്വതേ പാടില്ലാത്തതാണ് എന്നും കൂടി പറയുകയാണ്. കാരണം ഇതൊക്കെ ഊണ് കഴിച്ചാൽ അപ്പം എല്ലാവരും ഇവിടുന്ന് പോവും, കിടന്നുറങ്ങാനും അങ്ങനെയൊക്കെ ആയിട്ട് പല കാരണങ്ങളും പറഞ്ഞിട്ടാണ് പോകുന്നത് ഉറങ്ങാനും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ അത് എല്ലാ ദിവസവും സദ്യയായിട്ട് അങ്ങനെ ചെയ്യണ്ട. അത് സ്വതേ ഇപ്പോൾ സ്പോൺസേഴ്സ് ഉണ്ട്, സ്പോൺസർമാരെങ്ങനെയാ വെച്ചാൽ എൻ്റെ സദ്യ കേമാവണം കേട്ടോ എന്നാണ് പറയുക. അവരത് വേണം വിചാരിച്ചിട്ടാണ്, നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ അതുകൊണ്ടുള്ള ഫലം എന്താ വെച്ചാൽ ഈ ആൾക്കാർ ഊണ് കഴിച്ചിട്ട് പോലും മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കർത്താഭാഗം കേൾക്കൽ ഒട്ടും താല്പര്യമില്ലാത്തൊരു അവസ്ഥയിലാണ് വരിക. ഊണ് കഴിക്കാൻ വേണ്ടി വരും, സദ്യ ഉണ്ട് അങ്ങോട്ട് പോവുകയും ചെയ്യും. അതൊരു വഴിയാണ്. അതിനും ദോഷം പറയല്ല, മറിച്ച് അതിനല്ല കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഈ അവിടെ ഇരിക്കുന്നവർക്ക് ഏറ്റവും സുഖമായിട്ടുള്ള മസാല അധികം ഇല്ലാതെ കണ്ട് ഒരു കുറച്ച് മോരൊഴിച്ചിട്ടുള്ള മോരുത്തി കൂട്ടാൻ. മോര് കണ്ടമാനം ഒഴിച്ചിട്ടുള്ള കാളം പോലെ അങ്ങനെ രസകാലം അങ്ങനെയല്ല, കുറച്ച് മോരൊഴിച്ചിട്ടുള്ള മോരുത്തി കൂട്ടാൻ. അതേപോലെ ഒരു കായും ചേനയും ഒക്കെ ആയിട്ടുള്ള ഉപ്പേരി, മുതിര ഉപ്പേരി. അപ്പോൾ എന്താ വെച്ചാൽ കുറച്ചേ കഴിക്കുകയുള്ളൂ, അത് ദഹിക്കാണ്ട് അവിടെ കിടന്നോളും എന്ന് വെച്ചാൽ പാകത്തിനാണ് ദഹിക്കുക. അപ്പോൾ അവിടെ ഇരിക്കാൻ പറ്റും, അസ്വസ്ഥതകളൊന്നും ഉണ്ടാവില്ല. വേവിക്കാത്ത മുതിര കൊടുക്കരുത്, വേവിച്ച് അതൊക്കെ ഉണ്ട്. ആയിക്കോട്ടെ. അപ്പോൾ നല്ലോണം മനസ്സിരുത്തണം. അതേപോലെ കായപ്പേരി ആയാലും ശരി, തോല് വേവിക്കാതെ കണ്ടാകുമ്പോൾ പ്രശ്നമാണ്. വേവിക്കാത്ത തോല് ഉപ്പേരിക്കുള്ള പ്രശ്നം അതാണ്. തോല് വേവിക്കാണ്ട് ആകുമ്പോൾ അത് പ്രശ്നമാണ്. അപ്പോൾ ദേഹണ്ണക്കാരനും ശ്രദ്ധിക്കണം, ഈ കൊടുക്കുന്ന സ്പോൺസേഴ്സും ശ്രദ്ധിക്കണം. അപ്പോൾ അവസാനത്തെ ദിവസം സദ്യ കഴിച്ചാൽ കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാൽ അത് കഴിഞ്ഞാൽ പിന്നെ പോവുകയാണല്ലോ. അപ്പോൾ ഈ ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും ലഘു ആഹാരം കട്ടിയാവരുത്. ഈ വേഗം ദഹിക്കുന്ന രീതിയിലുള്ള അസ്വസ്ഥതകൾ ശരീരത്തിന് ഇല്ലാത്ത തരത്തിലുള്ള എരിയും പൊളിയും കുറിച്ചുള്ള ഇതാണ് അതിൻ്റെ ഉദ്ദേശം. അത്രയേ ഉള്ളൂ. ഇനി
ഭോജനം തു വരം മന്യേ കഥാശ്രവണകാരകം നോപവാസോ വരപ്രോക്ത കഥാവിഘ്നകരോ യതി. ഇനി ഉപവാസം ചിലപ്പോൾ നമുക്ക് ശരീരം ക്ഷീണിക്കുക, അപ്പോൾ കഥ കേൾക്കാൻ പറ്റില്ല. അങ്ങനെ ആകുമ്പോൾ ഭോജനം കഴിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഭോജനം തു വരം മന്യേ, ഭോജനം കഴിക്കുക എന്നത് അത് വരിക്കപ്പെടേണ്ടത് തന്നെയാണ്, ശ്രേഷ്ഠം തന്നെയാണ്. അത് അങ്ങനെ ആവാം എന്ന് നിയമം, അങ്ങനെ ആവാം, വിരോധമില്ല. കഥാശ്രവണകാരകം, കഥാശ്രവണത്തിനാണ് പ്രാധാന്യം. അപ്പം അതുകൊണ്ട് അത് മുടക്കം വരാതിരിക്കാൻ വേണ്ടത് എന്തൊക്കെയാ വെച്ചാൽ അതൊക്കെയാണ് ചെയ്യേണ്ടത്. എന്നാ ഉപവാസ വരഹ, അപ്പോൾ അങ്ങനെ വെച്ചാൽ ഉപവാസം വേണ്ട, അത് വരിക്കപ്പെടണ്ട. പ്രോക്ത പറയപ്പെട്ടു. കഥ വിഘ്നകരോ യതി, കഥയ്ക്ക് വിഘ്നം വരുന്നു എങ്കിൽ, ക്ഷീണം വരും, കഥ പറയാൻ പറ്റില്ല വെച്ചാൽ കഴിഞ്ഞില്ലേ. ആചാര്യനായാലും ശരി, ശ്രോതാക്കൾ കേൾക്കാനുള്ള അവർക്ക് സ്വസ്ഥതയില്ല വെച്ചാലും കഴിഞ്ഞില്ലേ. അപ്പം അതുകൊണ്ട് ഉപവാസം വേണ്ട, ഭോജനം കഴിച്ചോളൂ, വിരോധമില്ല. ഭോജനം തു വരം മന്യേ കഥാശ്രവണകാരകം നോപവാസോ വരപ്രോക്ത കഥാവിഘ്നകരോ യതി. ഇപ്പോൾ കഥ കേൾക്കുക, കഥ പറയുക, അതിന് രണ്ടിനും വിഘ്നം വരാത്ത രീതിയിൽ കാല് നീട്ടിയിരിക്കാം, കിടക്കണം വെച്ചാൽ കിടക്കാം, എന്ത് ചെയ്താലും വിരോധമില്ല. കിടക്കരുതെന്ന് നിയമം, അതായിക്കോട്ടെ. പക്ഷേ അതിനേക്കാൾ കൂടുതൽ കഥ കേൾക്കുക എന്നുള്ളതിനാണ്. കാരണം വയ്യാത്തവരാണ്, കാരണം 60 വയസ്സും 70 വയസ്സ് 80 വയസ്സൊക്കെ ആയാൽ വരിക. അപ്പോൾ അവർക്ക് വലിയ ശാരീരികമായിട്ട് പ്രയാസങ്ങളുണ്ടാവും. അപ്പോൾ മറ്റേ കിടക്കരുത്, ഒന്നും കാല് നീട്ടരുതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിഷമം ഉണ്ടാവുക. അപ്പോൾ നമ്മൾ അവരെ അപമാനിക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ് വരിക. അപ്പോൾ അതിനേക്കാൾ നല്ല എന്താ ഉള്ള ആൾക്കാർ കേൾക്കുക. അത് അവരുടെ സുഖാസനത്തിൽ ഇരുന്നിട്ട്, കിടന്നിട്ടാച്ചാൽ കിടന്നിട്ട്, ഇരുന്നിട്ടാച്ചാൽ ഇരുന്നിട്ട്, കാല് നീട്ട്, എന്താ ചാവാം. അങ്ങനെ വേണം എന്ന് തന്നെയാണ് അതിൻ്റെ ഉദ്ദേശം. ഇതാണ് കഥാവിഘ്ന കാരകം ആവരുത്, കഥാശ്രവണ കാരകം ആവണം, അത്രയേ ഉള്ളൂ. ശ്രവിക്കാൻ വേണ്ടിയിട്ടുള്ള അതിനാവണം ഈ പ്രവൃത്തികൾ മുഴുവൻ. എല്ലാ സൗകര്യങ്ങളും, ഫാൻ ആച്ചാൽ ഫാൻ വേണം, AC ആച്ചാൽ AC വേണം, അതൊക്കെ വേണം, വേണ്ടതൊക്കെ വേണം. ഇനി സപ്താഹവ്രതിനാം പുംസാം നിയമാനുസൃണു നാരദ വിഷ്ണുദീക്ഷാവിഹീനാനാം നാധികാര കഥാശ്രവേയം. മറ്റൊരു കാര്യം ഇനി പറയുകയാണ്. നമ്മൾ ഈ വിരോധഭക്തിയൊക്കെ ഉണ്ടല്ലോ. പ്രഹ്ലാദൻ ഈശ്വരനെ ഭജിക്കുന്നു, പ്രഹ്ലാദൻ്റെ അച്ഛൻ വിരോധഭക്തിയോടുകൂടി ഭജിക്കുന്നു. രണ്ടും വ്യത്യാസമുണ്ട്. എന്ന കൂട്ടത്തിൽ നാരദനോട് പറയുകയാണ് ഈ ബ്രഹ്മാവ്, സനകാദി മഹർഷിമാർ പറയുകയാണ് നാരദനോട്, ഈ സപ്താഹവ്രതം കേൾക്കാനും പറയാനും ഇരിക്കുന്ന ആളുകൾ സ്വീകരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് നിയമങ്ങളെ ഒന്ന് പറയാം. അതായത് താന്ത്രിക വിധിപ്രകാരം, വൈദിക വിധിപ്രകാരം, വേദം വിധിച്ച പ്രകാരം വിഷ്ണു ദീക്ഷ എടുത്ത് അവർ കഥ കേൾക്കാൻ വേണ്ടിയിട്ട് ഇരിക്കണം. അതല്ലാതെ കണ്ട് വിഷ്ണു ദീക്ഷ എടുക്കാത്തവർ അല്ലെങ്കിൽ വിഷ്ണു വിരോധികൾ ഈ കഥ കേൾക്കാൻ വേണ്ടി ഇരിക്കണ്ട. കാരണം അവർക്ക് പുച്ഛ വരാം. അവർക്ക് പുച്ഛം വന്നു കഴിഞ്ഞാൽ ഈ പറയണ ആൾക്കും അത് ബാധിക്കും. പറയണ ആൾ പുച്ഛത്തോട് കൂടിയിട്ടാണ് പറയണമെങ്കിൽ, ഇപ്പോൾ ശാക്തേയനാണ് പറയണത്, വിഷ്ണുവിനെ പറ്റിയാണ് പറയണത്. അപ്പോൾ ദേവിയെ പറ്റി കൂടുതൽ ഉയർത്തി പറയുകയും വിഷ്ണുവിനെ പറ്റി താഴ്ത്തി പറയുകയും ചെയ്യുമ്പോൾ കേൾക്കുന്നവർക്കും അത് വിഷമാണ്. പറയുന്ന ആൾക്ക് എന്തായാലും പാപമുണ്ട്. അത് ചെറിയ പാപമല്ല, വലിയ പാപമാണ്. അത് ബ്രഹ്മഭാവത്തിലുള്ള ഈ ഭഗവാൻ മഹാവിഷ്ണുവിനെ ആ രീതിയിൽ കാണാത്ത ഒരാൾക്ക് ഇതിന് അർഹതയില്ല. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കണം. ഇനി സപ്താഹവ്രതിനാം, ഈ സപ്താഹം കേൾക്കാൻ വേണ്ടിയിട്ട്, പറയാൻ വേണ്ടിയിട്ട് വ്രതത്തോടു കൂടിയിരിക്കുന്ന പുംസാം, ഈ ജീവന് നിയമാൻ ശൃണു നാരദ, ചില നിയമങ്ങളുണ്ട്, അത് കേട്ടോളൂ നാരദ. വിഷ്ണു ദീക്ഷ വിഹീനാനാം, വിഷ്ണു ദീക്ഷ എടുക്കാത്തതായിട്ടുള്ള ആർക്കായാലും അധികാരം ഇല്ല. കഥാശ്രവേ, കഥ കേൾക്കാൻ പോലും അധികാരമില്ല. എന്നിട്ട് വേണ്ടേ പറയാനായിട്ട്. സപ്താഹവ്രതിനാം പുംസാം നിയമാൻ ശൃണു നാരദ വിഷ്ണു ദീക്ഷാ വിഹീനാനാം നാധികാര കഥാശ്രവേ. നമുക്കത് അറിയാം. വക്താവിനെ തിരഞ്ഞെടുക്കുമ്പോൾ പാട്ടും കൂത്തുമൊക്കെ ആയിട്ട് ഘോഷമാക്കുക. അതേപോലെ ഭക്തി ഇല്ലാതെ കണ്ടാണെങ്കിലും നന്നായിട്ട് ഇങ്ങനെ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എത്ര വേണമെച്ചാൽ പറയാം, എന്ത് വേണമെച്ചാൽ പറയാം. പക്ഷെ ഭാഗവതയിൽ എത്രത്തിനുണ്ട് എന്ന് ചോദിച്ചാൽ അറിയില്ല. ഇതൊരു വാചാലത. അത് കണ്ടമാനം പറയും ചെയ്യും. എന്തൊക്കെയാണ് പറയണമെന്ന് ചോദിച്ചാൽ പറയണ ആൾക്ക് നിശ്ചയില്ല, കേൾക്കണ ആൾക്ക് നിശ്ചയില്ല. അപ്പം അങ്ങനത്തെവരെ ഈ ആചാര്യന്മാരായിട്ട് ഏൽപ്പിക്കരുത്. ഇപ്പോൾ കുറച്ച് ഭക്തി വേണം. ഭഗവത് സംബന്ധി അല്ലാത്തത് ഒന്നും പറയരുത്. ഭഗവത് സംബന്ധിയായിട്ട് സ്വഭാവത്തിൽ ഇപ്രകാരത്തിൽ വേണം എന്ന് പറഞ്ഞ് അതിനെ വിഷ്ണു
ഇഷ്ടം, വിഷ്ണുവിൻ്റെ പ്രീതി ഈ പറയുന്നയാൾക്കും കേൾക്കുന്നയാൾക്കും കിട്ടുന്ന രീതിയിൽ പറയുന്നവരെ മാത്രമേ ആചാര്യനായിട്ട് എടുക്കാവൂ. സപ്താഹവ്രതിനാം പുംസാം നിയമാനുസൃണു നാരദ വിഷ്ണുദീക്ഷാവിഹീനാനാം നാധികാര കഥാശ്രവേ ബ്രഹ്മചര്യമഥ സുപ്തി പത്രാവല്യാം ച ഭോജനം കഥാസമാപ്തോ ഭുക്തിം ച കുര്യാൻ നിത്യം കഥാവ്രതീം. ഇനി ബ്രഹ്മചര്യാദി നിയമങ്ങളൊക്കെ ലൗകികമായിട്ടും അത് അല്ലാതെ കണ്ടും, ലൗകികമായിട്ടെന്ന് ഉദ്ദേശിച്ചത് സ്ത്രീ പുരുഷ ബന്ധം പാടില്ല. പിന്നെ ബ്രഹ്മചര്യം അധസുപ്തി. അധസുപ്തി എന്ന് വെച്ചാൽ താഴെ കിടക്കണമെന്നാണ്, മണ്ണിൽ ഉറക്കം എന്നതാണ്, താഴെ കിടക്കണമെന്നാണ്. കട്ടിലിൻ്റെ മുകളിൽ മറ്റേ ചപ്രമഞ്ച കട്ടലിൽ അങ്ങനെ കിടക്കണ്ടാണ്. കാരണം കൂടുതൽ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ രാവിലെ നീക്കിലൊക്കെ പ്രശ്നമാവും. പക്ഷേ ഉറക്കം സുഖമാവണം. ഇപ്പോൾ ഈ ആചാര്യന് മറ്റേ ഈ മണ്ണും അങ്ങനെയുള്ള അതിൽ മാത്രം കിടക്കുക, ബാക്കിയുള്ളവരൊക്കെ സുഖമായിട്ട് കിടക്കുക, അങ്ങനെയല്ല. ആചാര്യൻ മാത്രമല്ല, അത് എല്ലാവർക്കും ബാധക. എല്ലാവരും ധരിച്ചേക്കണത് ആചാര്യന് അത് വേണ്ട, ബാക്കിയുള്ളവർക്കൊക്കെ ആവാം. അപ്പോൾ ആചാര്യൻ ശാഠ്യം പിടിച്ചു. അപ്പോൾ ആചാര്യന് VIP ട്രീറ്റ്മെൻറ്റ് കിട്ടും. ശാഠ്യം പിടിക്കൊണ്ടാണ്, വാശി പിടിക്കൊണ്ടാണ്, അല്ലെങ്കിൽ തരില്ല. അപ്പോൾ അങ്ങനെയല്ല, ഒരു അസ്വസ്ഥത വരാത്ത രീതിയിൽ ഉറങ്ങാൻ സാധിക്കണം. അതിന് വേണ്ടത് ചെയ്തോളാം. ഭാഗവതത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് മണ്ണിലേക്ക് കിടക്കാവൂന്ന്. അത് ഇന്നത്തെ കാലത്ത് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഒന്നും പറ്റാണ്ടെയും, അപ്പോൾ ഈ കാര്യത്തിന് മാത്രം ശാഠ്യം പിടിച്ചിട്ടും ഒരു കാര്യമില്ല. ഷേവിങ് ചെയ്യരുത് എന്ന് പറഞ്ഞ കൂട്ടത്തിലേ ഉള്ളൂ. മണ്ണിൽ കിടക്കണം എന്നുള്ളത് ശരീരത്തിന് അസ്വസ്ഥത വരാച്ചാൽ കുടുങ്ങി. മണ്ണിൽ നിന്നുള്ള ഒരു പ്രത്യേക ഊർജ്ജം ശരീരത്തിൽ കിട്ടാനുണ്ട്. അത് സ്വീകരിച്ച് ശീലം ഉണ്ടെങ്കിലേ അങ്ങനെ കിടക്കാൻ പറ്റൂ. അത് സ്വീകരിച്ച് ശീലമില്ലാത്ത ഒരാൾക്ക് അത് വിപരീതമാണ് ഫലം വരിക. അപ്പോൾ അനുകൂലമായിട്ട് ഫലം വരുന്ന എല്ലാ സജ്ജീകരണങ്ങളും, കിടക്കാനായാലും ഊണ് കഴിക്കാനായാലും, ആഹാര നീഹാര നിദ്ര വിഹാരങ്ങൾക്ക് നിർബന്ധമായിട്ടും വേണം. അത് ആചാര്യനും വേണം, ശ്രോതാക്കൾക്കും വേണം. അവർ പാലിക്കണം, സ്വയമേവ പാലിക്കണം. അപ്പോൾ ബ്രഹ്മചര്യം വേണം നിർബന്ധം. പിന്നെയോ അധസുപ്തി, മണ്ണിൽ കിടക്കുക. പത്രാവല്യാം ച ഭോജനം, ഇലയിൽ ഊണ് കഴിക്കണം എന്നാണ്. അപ്പോൾ അതിന് ഇലയിൽ നിന്നും ഒരു സാധനം കിട്ടാനുണ്ട്. അതേപോലെ തന്നെ എല്ലാവരും ഊണ് കഴിച്ച പ്ലേറ്റിൽ വേണ്ട. ഇലയിൽ ഊണ് കഴിക്കുമ്പോൾ അതിന് ചിലത് കിട്ടാനുണ്ട്. പുത്തൻ പ്ലേറ്റ് ആണെങ്കിലും വിരോധമില്ല എന്ന് സാരം, ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇലയിൽ ഊണ് കഴിക്കണം. പിന്നെയോ കഥാ സമാപ്തൗ ഭുക്തിം ച, കഥ പറഞ്ഞ് നിർത്തിയതിൻ്റെ ശേഷമേ ഊണ് കഴിക്കാവൂ. അതായത് കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് പോയിട്ട് ഊണ് കഴിച്ച് വന്ന് വീണ്ടും കഥ പറയുക, അങ്ങനെ പാടില്ല. അതാണ് അതിൻ്റെ സാരം. ഇപ്പം നമ്മൾ കഥാസമാപ്തിയും എന്ന് വെച്ചാൽ കഥാസമാപ്തവും, കഥ സമാപിച്ചതിൻ്റെ ശേഷമേ ഊണ് കഴിക്കാവൂ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം വരെ നമ്മൾ കഥ പറയുന്നുണ്ട്, അതിന് ശേഷം ഊണ് കഴിക്കാവൂ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു പ്രശ്നമായി. അപ്പം അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഒരു കഥ പറയുകയാണെന്ന് വെച്ചാൽ ആ കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് വേണം ഊണ് കഴിക്കാൻ എന്നതാണ്. നമ്മളതിന് സമയം വെച്ചിട്ടുണ്ടോ? 10:30 അല്ലെങ്കിൽ 12:30 ഇങ്ങനെ ഒരു സമയം വെച്ചിട്ടുണ്ടോ? പണ്ട് 10:30 അത്രേ ഊണ്, അതുകൊണ്ട് അത് പറയാനുള്ള കാരണം. അതായത് ഒരു നേരെ ഊണുള്ളൂ, രാവിലെ ഒന്നും കഴിക്കില്ല. അപ്പോൾ 10:30 മണി കഴിഞ്ഞാലാണ് ഊണ് കഴിക്കുക. അതുകൊണ്ട് 10:30 നിർത്തിയാൽ പിന്നത്തെ നിർത്തൽ ഈ 5 മണിക്ക് 5:30 അതുവരെ കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് അങ്ങനെയല്ല. ഇന്നിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നിർത്തും, ഉച്ചയ്ക്ക് നിർത്തും, വൈകുന്നേരം ഒരു ചായക്ക് നിർത്തും, 3 നിർത്തലുണ്ട്. അപ്പോൾ ഈ 3 നിർത്തലും ഒരു കഥയുടെ ഇടയ്ക്ക്, ഇപ്പോൾ നരസിംഹം അവതരിച്ചുള്ള ആ ഒരു രംഗത്തെയാണ് പറയേണ്ടതെങ്കിൽ അവിടെ ഹിരണ്യകശിപു ഇങ്ങനെയൊക്കെ ദ്രോഹിച്ചു, ഇനി ഭഗവാന്റെ അവതാരം സ്വീകരിക്കാൻ ഭഗവാൻ തയ്യാറായി, അപ്പോൾ പ്രഹ്ലാദൻ ഉപദേശിക്കുന്നു, മറ്റു കാര്യങ്ങളൊക്കെ. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇനി അവതാരമാണ് വേണ്ടത്. അപ്പോഴേക്കാണ് ഈ സമയം നല്ല പാകമായി, ചായ കുടിക്കാനുള്ള പാകമായി, അതല്ല ഊണ് കഴിക്കാനുള്ള സമയമായി. അപ്പം എന്നാൽ ഇനി ബാക്കി നമുക്ക് ഊണ് കഴിച്ചിട്ട്, അവതാരം നമുക്ക് ഊണ് കഴിച്ചിട്ട് എന്ന് പറയരുത് എന്നാണ് അതിൻ്റെ സാരം. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് പോകേണ്ടി വരിക, അങ്ങനെയൊക്കെ വേണ്ടി വരും. കാരണം പണ്ടത്തെ കൂട്ടത്തിൽ ഈ ഒറ്റ ഇരിപ്പിനെ കേൾക്കാനുള്ള കഴിവോ ഒറ്റ ഇരിപ്പിനെ പറയാനുള്ള കഴിവോ നമുക്കില്ല. അപ്പോൾ നമ്മളൊരു സമയമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തിൻ്റെ ഉള്ളിൽ തീരാവുന്ന രീതിയിൽ ഈ കഥയെ പറയുക. അല്ലെങ്കിൽ ഭഗവാൻ അവതരിച്ചു, ഹിരണ്യകശിപുവിനെ യുദ്ധാദി കാര്യങ്ങളെ ചെയ്തുകൊണ്ട് വധിച്ചു, അല്ലെങ്കിൽ മുക്തി കൊടുത്തു. അതിനുശേഷം ഈ ശുണ്ഠി അടങ്ങാത്തതുകൊണ്ട് എല്ലാ ദേവന്മാരും സ്തുതിച്ചു. ബ്രഹ്മാവ് പ്രഹ്ലാദനെ കൊണ്ട് സ്തുതിപ്പിച്ചു. സന്തുഷ്ടനായി, കോപമടങ്ങി,
വരങ്ങളെല്ലാം കൊടുത്തു. ഭഗവാൻ മറഞ്ഞു. ഇതുവരെ വായിക്കണം, ഇതുവരെ പറയണം, എന്നിട്ടേ ഉണയിക്കാൻ പോകാവൂ. ഇതാണ് പറഞ്ഞതിൻ്റെ സാരം. അപ്പോൾ കഥാസമാപ്തൗ ഭുക്തിം ച കുര്യാത് നിത്യം കഥാവ്രതി. എല്ലാ ദിവസവും ഇതുപോലെ പാടൂ. ഓരോരോ ദിവസവും ഓരോരോ അവതാരങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാ ദിവസവും ഈ നിയമത്തെ നമ്മൾ പാലിക്കണം. ബ്രഹ്മചര്യം അധസുപ്തി. ബ്രഹ്മചര്യം വേണം, നേരത്തെ കിടക്കാവൂ. പത്രാവല്യാം ച ഭോജനം. ഇലയിലാണ് ഊണ് കഴിക്കേണ്ടത്. കഥാസമാപ്തോ ഭുക്തിം. കഥ പറഞ്ഞു കഴിഞ്ഞതിൻ്റെ ശേഷം വേണം ഊണ് കഴിക്കൽ. കുര്യാത് നിത്യം കഥാവ്രതി. ഈ കഥാവ്രതികൾ എല്ലാവരും, ആചാര്യൻ മാത്രമല്ല ശ്രോതാക്കളും അതുപോലെ തന്നെയാണ്. രണ്ടുപേരും ഒരേപോലെ ഇത് ചെയ്യണം, കർത്തവ്യമായിട്ട് ചെയ്യണം. ബ്രഹ്മചര്യം അധസുപ്തി പത്രാവല്യാം ച ഭോജനം കഥാസമാപ്തോ ഭുക്തിം ച കുര്യാത് നിത്യം കഥാവ്രതി. ദ്വിദളം മധുതൈലം ച ഗരിഷ്ഠാന്നം തഥൈവ ച ഭാവദുഷ്ടം പര്യുഷിതം ജഹ്യാത് നിത്യം കഥാവ്രതി. ഈ ഉഴുന്ന്, ചെറുപയർ തുടങ്ങിയിട്ടുള്ള ധാന്യങ്ങൾ, അതിൻ്റെ ഉദ്ദേശം അത്രയേ ഉള്ളൂ. 2 ഏതള, ദ്വിദളം എന്ന് വെച്ചാൽ നമ്മൾ ഉഴുന്നൊക്കെ 2 പൊളി അയ്യാൽ അങ്ങനെ കാണാറില്ലേ? ഉഴുന്ന് ഒറ്റ മണിയാണ്, പക്ഷെ അത് 2 പൊളിയാണ്. അപ്പം ദ്വിദളം, നമ്മൾ ഈ പയർവർഗ്ഗങ്ങളൊക്കെ 2 ദളമുള്ളതാണെങ്കിൽ അത് കഴിക്കരുത്. ഒറ്റ ദളമാണത്, അത് കുഴപ്പമില്ല, കഴിക്കാം. അപ്പോൾ ഉഴുന്ന് 2 ദളമാണ്, പയർ ഒറ്റ ദളമാണ്. അപ്പോൾ ഒറ്റ ദളമുള്ളത് കഴിക്കാം, 2 ദളമുള്ളത് കഴിക്കരുത്. കാരണം അത് കൂടുതൽ ഉത്തേജിപ്പിക്കും. ഉത്തേജന വസ്തുക്കളെ കഴിക്കരുത് എന്നാണ് ദ്വിദളത്തിൻ്റെ ഉദ്ദേശം. അപ്പോൾ പയർവർഗ്ഗമായാലും ശരി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിത്ത് പലതും ഈ 2 ദളം ആണെങ്കിൽ അത് കഴിക്കരുത്, ഒറ്റ ദളം ആണെങ്കിൽ കഴിക്കാം. ഇപ്പോൾ ഉദാഹരണം വളരെ എളുപ്പമാണ്. ചെറുപയറായാലും 2 ദളമാണ്, വലിയ പയർ ഒറ്റ ദളമാണ്. അപ്പോൾ അത് നോക്കി തിരഞ്ഞെടുക്കുക. പരിപ്പ് തുടങ്ങിയൊക്കെ 2 ദളമാണ്, ഒറ്റ ദളം എല്ലാം ഉണ്ട്. അത് നോക്കിയെടുത്താൽ കിട്ടും. മുതിര ഒറ്റ ദളമാണ്, അപ്പോൾ അങ്ങനെ കഴിക്കാം, അതാണ്. പിന്നെ മധു തൈലം. മധു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ തേന് നമ്മൾ നേദിക്കാറുണ്ട്, പ്രസാദമായിട്ട് ലേശം കഴിക്കാറുണ്ട്. തേന് സ്വതേ ആഹാരത്തിൽ ഉൾപ്പെടുത്തണമെന്നാണ്. ദഹനാദി കാര്യങ്ങൾക്കും മറ്റ് ഔഷധം എന്തൊക്കെ ഉണ്ട് അതിന്. അത് കഴിക്കേണ്ട സമയവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അളവും കാര്യങ്ങളൊക്കെ ഉണ്ട്, എങ്ങനെയൊക്കെ കഴിക്കേണ്ട നിയമമൊക്കെ ഉണ്ട്. അതൊക്കെ വൈദ്യന്മാരോട് ചോദിച്ചോളാം. എന്തായാലും നമ്മൾ സാധാരണഗതിയിൽ ത്രിമധുരം നയിക്കുമ്പോൾ അതിൽ ലേശം തേനൊഴിക്കും. അപ്പോൾ ആ തേനും കൂടി അതിൽ ഉൾപ്പെടും. രാവിലെ അതിൽ നെയ്യുണ്ടാവും, തേനുണ്ടാവും, പഴം ഉണ്ടാവും, മധുരം ഉണ്ടാവും. അപ്പോൾ കൽക്കണ്ട, മുന്തിരി എന്തൊക്കെയാ വെച്ചാൽ അതൊക്കെ അതിലുണ്ടാവും. അപ്പോൾ അതിൽ മധുരമായി, ഫലമായി, പിന്നെ നേന്ത്രപ്പഴ ചാത്, കതിരപ്പഴ ചാത്, നെയ്യും തേനും ഒക്കെ കൂടി ചേർത്ത് അത് നമ്മൾ സാധാരണ ത്രിമധുരം എന്ന് എനിക്ക് നേദിക്കാറുണ്ട്. അപ്പോൾ അത് കഴിക്കാം, അതിന് വിരോധമില്ല. പക്ഷേ തേനായിട്ട് മാത്രം കഴിക്കരുത്. അതേപോലെ ചിലവർ മറ്റേ ഈ എണ്ണ കഴിക്കുന്നവരുണ്ട്, ഇത്രേ നമുക്കറിയില്ല. ഏതായാലും അങ്ങനെ എണ്ണ കഴിക്കുന്നവരുണ്ട്. എന്തൊക്കെയോ ചില രീതികളാണ്, നമ്മളൊന്നും അത് പതിവില്ലല്ലോ. അപ്പോൾ ദ്വിദളം മധു തൈലം ച ഗരിഷ്ഠാന്നം തഥൈവ ച. അതേപോലെ തന്നെ ഈ ശർക്കര ചേർത്തിട്ട് ഉണ്ടാക്കുന്നതായിട്ടുള്ള ചില പദാർത്ഥങ്ങൾ, ഇപ്പോൾ പായസം കഴിക്കാം, ത്രിമധുരം, നാളികേരവും ശർക്കരയും നെയ്യും കൂടിയിട്ട് ചേർത്ത് അത് കഴിക്കാം, അതിൽ പഴവും ചേർക്കും, അപ്പോൾ അത് കഴിക്കാം. അതേപോലെ കൂടുതൽ ഗുരുത്വമുള്ളതായിട്ടുള്ള വസ്തുക്കൾ കൂടുതൽ കഴിക്കരുത്. ഒരു ലേശം കഴിച്ചു വെച്ചാൽ കുഴപ്പമില്ല, കൂടുതൽ കഴിക്കരുത്. അതേപോലെ ദുഷ്ട മനസ്സുള്ളവരുണ്ടാക്കിയ പദാർത്ഥം, ദേഹണ്ണക്കാർ നല്ല മനസ്സുള്ളവരല്ലെങ്കിൽ, ഓളമ്പണവർ നല്ല മനസ്സുള്ളവരല്ലെങ്കിൽ, അതേപോലെ പാചകത്തിന് സഹായിക്കാൻ വരുന്നവരെ, കഷ്ണം നുറുക്കുന്നവർ, അങ്ങനെ പലരും ഉണ്ടല്ലോ. എന്തെല്ലാം കാര്യങ്ങൾ വേണം പാചകത്തിന്, ഒറ്റ ആൾ കുട്ടികൾ പലല്ലോ. അപ്പോൾ കുറേ ആൾക്കാർ വേണം സഹായത്തിന്. അപ്പോൾ അവരൊക്കെ നല്ല മനസ്സുള്ളവരല്ല എങ്കിൽ ആ ആഹാരം കഴിച്ചാൽ നമുക്ക് വിപരീതമാണ് ഫലം കിട്ടുക. ശുദ്ധമായിട്ട് കുളിച്ച്, പണ്ടൊക്കെ അങ്ങനെയാണ്, വളരെ നേരത്തെ കുളിക്കും. ആചാരം കുളിച്ച് വരുന്നതിൻ്റെ എത്രയോ മുന്നേ ഇവർ കുളിക്കും. കാരണം ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് തീർക്കണ്ടേ, കുളിച്ചിട്ടാണ് നേദ്യം വയ്ക്കുക. അതേപോലെ ഈ കൂട്ടാനോ ഉപ്പേരി എന്തൊക്കെയാ ഉണ്ടെങ്കിൽ ഒക്കെ കുളിച്ചിട്ടേ വയ്ക്കുള്ളൂ, അങ്ങനെയാണ്. അതേപോലെ ശുദ്ധ മനസ്സ്, അവർക്ക് ഒരു ചതിയോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും തരത്തിൽ നെഗറ്റീവ്സ് ലെവലേഷൻ ഉണ്ടാവില്ല, അങ്ങനെയാണ് അവർ ചെയ്യുക. അങ്ങനത്തെ ഒരു വെച്ചതേ കഴിക്കാവൂ.
അതേപോലെ പദാർത്ഥങ്ങളും നല്ല പദാർത്ഥങ്ങളെ കഴിക്കാവൂ. പിന്നെ തലേന്ന് ഉണ്ടാക്കിയതൊന്നും കഴിക്കരുത്. 1 മണിക്കൂർ അധികം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാക്കരുത്. എന്നുവെച്ചാൽ വെളിച്ചാണതിൻ്റെ മുന്നൊക്കെ ഉണ്ടാക്കി വെച്ചു, അയാൾ പോയി അടുത്തേക്കിരിക്ക് പോയി, എന്നിട്ട് അതാണ് ഉച്ചയ്ക്ക് നമുക്ക് വിളമ്പി തരാം. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത്. അതൊക്കെ 1 മണിക്കൂർ മുന്നേയൊക്കെ ഉണ്ടാക്കി നല്ല ചുടുക്കനെ അങ്ങനെയൊക്കെ വേണം. ഇങ്ങനെ ചീത്ത എന്ന് നമുക്ക് തോന്നിയത്, പഴകിയത് ഒക്കെ ഉപേക്ഷിക്കുക തന്നെ വേണം എന്നാണ്. പര്യുഷിതം, പഴകിയത്, ജഹ്യാത്, ഉപേക്ഷിക്കുക തന്നെ വേണം. ഭാവദുഷ്ടം, ഭാവം ചീത്തയായിട്ടുള്ള ആളുകൾ വെച്ചുണ്ടാക്കിയത് കഴിക്കണ്ട. ജഹ്യാത്, അത് ഉപേക്ഷിക്കുക തന്നെ വേണം. നിത്യം കഥാവൃതി, ഇത് നല്ല എല്ലാ ദിവസവും ശ്രദ്ധിക്കും വേണം. ദ്വിതളം മധു തൈലം ച ഗരിഷ്ഠാനം തഥാ ഏവ ച ഭാവദുഷ്ടം പര്യുഷിതം ജഹ്യാത് നിത്യം കഥാവൃതി. 46-ാമത്തെ ശ്ലോകം ഇപ്പോൾ നമ്മൾ പറഞ്ഞു. ഇനി 47-ാമത്തെ അടുത്തതിൽ പറയാം. നല്ല മഴ. ഇത്